Konnichiwa minasan, നാനോ മിഷിൻ്റെ എപ്പിസോഡ് 9 മലയാളം മാൻ ഹു എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ട്രസ്റ്റ് മീ, ഈ ഒരു ചാപ്റ്റർ ഒരു രക്ഷയും കാണത്തില്ല, അത്രത്തോളം സാറ്റിസ്ഫൈങ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നാനോ മിഷിൻ്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ അത്യാവശ്യം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 1K ലൈക്ക് ഞാൻ ടാർഗറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കാം ഈ വീഡിയോക്ക് 1K ലൈക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ തന്നെ ഇയോണട്ടെ ജോങ്സന്റെ മുഖത്ത് നോക്കി നല്ലൊരു ഒന്നാന്തര പഞ്ച് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതാട്ടെ നല്ല പവർഫുൾ ആയുള്ള ഒരു പഞ്ച് തന്നെയായിരുന്നു. അവൻ നേരെ തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെ തെറിച്ചു പോയി ആഴത്ത് വീണ്ടും കുത്തി തെറിച്ച് ഉരുണ്ട് പല സ്ഥലങ്ങളിൽ ഇടിച്ചിടിച്ചിടിച്ച് നേരെ തെറിച്ചു പോയി അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റോക്കിൽ പോയി ഇടിച്ച് അങ്ങോട്ട് ചോരയൊക്കെ ഛർദ്ദിച്ച് നിൽക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ അവൻ്റെ മൂക്കിൽ നിന്നും കാതിൽ നിന്നും വായിൽ നിന്നും എല്ലായിടത്തും ചോര തെറിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു കൂട്ടൻ ചോര അവൻ ഛർദ്ദിച്ച് നേരെ താഴത്തേക്ക് ഇടുന്നതാണ്. ഇവിടെ ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് പറ്റിയത്? നീ അദ്ദേഹം കംഫർട്ടബിൾ ആകണ്ടോ? ഞാനെന്തായാലും തുടങ്ങാൻ പോകുന്നേയുള്ളൂ. ഇവനെന്നെ കൊല്ലാൻ പോകുവാണോ? അല്ല, ഇവനെ കടവിലെ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെന്നെ കൊന്നു കഴിഞ്ഞാൽ ഇവൻ പുറത്താകുന്നതാണല്ലോ. പക്ഷെ എൻ്റെ ബോഡി അനങ്ങുന്നില്ല. നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എൻ്റെ കൺമുമ്പിൽ നീ ചെയ്തത്. നിനക്കറിയാലോ അതെന്താണെന്ന്. അനങ്ങ് പ്ലീസ്, ഒന്നനങ്ങ്, എങ്ങനെയെങ്കിലും അനങ്ങ്. നീ നിന്റെ വൃത്തികെട്ട നാവ് കൊണ്ട് എൻ്റെ അമ്മേനെ കളിയാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും ഒരു പഞ്ച് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ജോങ്സിയോൻ പുള്ളിക്കാരനുള്ള ശക്തിയൊക്കെ എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയോ 2 പഞ്ച് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ വേണം നിനക്ക്. നീ നിന്റെ ഗാർഡ് ലെറ്റ് ഓൺ ചെയ്തതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവൻ്റെ പഞ്ച് ഈ ഓൺ തൻ്റെ കൈകൾ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. എൻ്റെ 10 സ്റ്റാർ അറ്റാക്ക് അവൻ ബ്ലോക്ക് ചെയ്തെന്ന് ചോദിക്കാൻ നേരത്ത് ഈയോട്ടെ അവൻ്റെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് അമർത്തിയിട്ട് തിരിച്ചങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട്. അവനട്ടെ വേദന കൊണ്ട് കിടന്ന് കാര്യം ചെയ്യുക. ഇയോൻ്റെ ആ ഒരു ഗ്രിപ്പ് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അവൻ്റെ കൈ ഉണ്ടായിരുന്നല്ലോ, അത് പൊട്ടി ചോര ഒലിക്കാനായിട്ട് തുടങ്ങി. ഇവൻ കളിക്കുമല്ല, ഇവൻ ഉറപ്പായിട്ടും കൊല്ലും, എനിക്ക് ഇവനതിന് മുമ്പ് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ കൈ നേരെ അവൻ്റെ മുഖത്തേക്ക് വെച്ചിട്ട് പെട്ടെന്നായിരുന്നു ഒരു സ്മോക്ക് അങ്ങോട്ട് റിലീസ് ചെയ്തത്. അത് വന്ന സെക്കൻഡിൽ തന്നെ ഇയോനട്ടെ നേരെ ബാക്കിലേക്ക് ചാടി. പക്ഷേ ജോങ്സിയോട്ടെ അവൻ്റെ കൂടെ ചെന്ന് വീണ്ടും ആ സ്മോക്ക് അവൻ്റെ മുഖത്തേക്ക് വിടുന്നുണ്ട്. അത് കുറച്ച് പ്രശ്നമാണെന്ന് ഇയോന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ ബാക്കിലേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു. പക്ഷേ എങ്കിൽ കൂടി അവൻ്റെ മുഖത്തുണ്ടായിരുന്ന തൊലിയെല്ലാം ഉരുകി പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഒരു 4 സ്റ്റേജിലുള്ള ഡിമോണിക് പോർ സൈറ്റിലാണെങ്കിൽ എനിക്ക് 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയ്സൺസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ചെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്. ആൻഡ് അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ്, ഏറ്റവും മോസ്റ്റ് ഫെയ്റ്റലായിട്ടുള്ളതാണ് ആസിഡ് പോയ്സൺ. നീ തീർന്ന്, നിനക്കൊരിക്കലും ഇതിനി രക്ഷപ്പെടാൻ പറ്റുന്ന വരത്തില്ല. സെക്ട് ലീഡർ തന്നെ ഞങ്ങളൊക്കെ വാണിച്ചു തരുന്നു ഇത് അത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന്. അതുകൊണ്ട് മറ്റുള്ള ഒരു സെറ്റിലും ഇത് യൂസ് ചെയ്യാൻ പാടില്ലെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല, എൻ്റെ ലൈഫ് ഇത്രയും ഡേഞ്ചറിലാണെങ്കിൽ ഞാനത് യൂസ് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ എഴുന്നേറ്റ് നിന്നു. മാസ്റ്റർ, ഡേഞ്ചർസ് ഉള്ള ഒരു പോയിസൺ ആസിഡ് താങ്കളുടെ മുഖത്തും അതേപോലെ തന്നെ ചെസ്റ്റിലും വന്നു വീണിട്ടുണ്ട്. ഇനിഷ്യേറ്റിംഗ് റീജനറേഷൻ വിൽ ബി സൂൺ കംപ്ലീറ്റഡ്. ഈ സമയത്ത് തന്നെ അവൻ ചോദിക്കഴിഞ്ഞ് നീ എന്താണ്? അല്ല, ഇവിടെ എന്താണ് പറ്റിയത്? അവൻ ആ പോയിസൺ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസും ചെയ്ത് അവൻ്റെ സ്കിന്ന് കംപ്ലീറ്റ്ലി റിക്കവർ ആയി. ഇതൊരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. എന്താണെന്ന് പറഞ്ഞ് അവൻ നേരെ താഴത്തേക്ക് വീണു. നീ ആരാണ്? നീ എന്തെങ്കിലും വോട്ട്സറാണെന്ന് ചോദിക്കുകയും ചെയ്യും. നീയും നിന്റെ കുറെ പോയ്സണും നിന്റെയൊക്കെ കൂട്ടത്തിലെല്ലാം ഇതുപോലെ തന്നെയാണ്. എനിക്ക് ഇതുവരെ പോയ്സൺ യൂസ് ചെയ്യുന്ന ഒരു നല്ലവനെ പോലെ പറഞ്ഞുകൂടാ. ഇല്ല എന്ന് പറയാം. അവൻ നിലത്ത് കിടന്ന് എഴയും. അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ മുഖത്ത് നോക്കി ഈയോട്ടെ ഒരു കിക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. ആ കിക്ക് അത്യാവശ്യം പവർഫുൾ തന്നെയായിരുന്നു. അവൻ നേരെ തെറിച്ച് താഴത്തുനിന്ന് വീഴുന്നുകൊണ്ട് പെട്ടെന്നായിരുന്നു കുറേയധികം ചോര അവൻ വീണ്ടും ഛർദ്ദിക്കുന്നത്. അവൻ്റെ കുറേയധികം പല്ലുകളും കൊഴിഞ്ഞു പോയിരുന്നു. എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് അവനാട്ടെ അവൻ്റെ തല നിലത്തിട്ട് ഇടിച്ചിട്ട് നന്നായിട്ട് ക്ഷമ പറയുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, ഇത്തവണത്തേക്ക് മാത്രം എന്നെ ഒന്ന് ക്ഷമിക്കൂ. എന്ത് ക്ഷമിക്കാനോ?
ഞാൻ നിന്നോട് ക്ഷമിക്കാനോ? നിനക്കറിയാവോ നിന്റെ കൂട്ടത്തിലുള്ളവർ കാരണം എൻ്റെ അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന്? എന്നിട്ടും ഞാൻ ക്ഷമിക്കണമെന്നാ? വേണ്ട, അയ്യോ, ഞാനിവിടെ മരിക്കും. ഇവരെന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. അല്ല, പ്രൊഫസേഴ്സിന്റെ റൂം അതിവിടെ അടുത്തല്ലേ? ആരെങ്കിലും രക്ഷിക്കണേന്ന് പറഞ്ഞ് അവൻ കാറിയപ്പോഴാണ് പെട്ടെന്ന് ഇയോണട്ട ഒരു പഞ്ച് ചെയ്തത്. അടുത്ത സെക്കൻഡ് തന്നെ അവന്റെ വോയിസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി. അവന് സംസാരിക്കാൻ മേലായിരുന്നു. നീ എന്താണ് വിചാരിച്ചത്? പ്രൊഫസേഴ്സിനെ നീ ഇവിടെ കിടന്ന് വിളിച്ചു കൂട്ടുവന്ന? ഞാൻ അത്രക്ക് മണ്ടനാണെന്ന് നിനക്ക് വിചാരിച്ചോ? നീ നേരത്തെ സ്പ്രേ ചെയ്തത് നിന്റെ ഈ കൈ കൊണ്ടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ കൈ നോക്കി അങ്ങോട്ട് ചവിട്ടുന്നുണ്ട്. അവനട്ടെ നന്നായിട്ട് വേദനിക്കുകയും ചെയ്യും. അനലൈസിങ് ടാർഗറ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് ലിപ് ഫോർമേഷൻ. അവൻ പറയുന്നത് അത് കൈയല്ലെന്നാണ്. പേടിക്കണ്ട, ഞാൻ നിന്നെ എന്തായാലും ഇന്ന് കൊല്ലത്തില്ല. നിന്നെ പോലെ ഒരു ലോ ലൈഫിനെ കൊന്നു കഴിഞ്ഞാൽ ഈ അക്കാഡമിയിൽ നിന്ന് എന്നെ പുറത്താക്കും. അതിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അവനെ വെറുതെ വിടുവാ? പക്ഷേ നീ മരിക്കണമെന്ന് വരെ വിചാരിച്ചു പോകും. അത് ആദ്യം നിന്റെ ബോൺസിൽ നിന്ന് തന്നെ തുടങ്ങാം. വേണ്ട. അങ്ങനെ കുറച്ചധികം സമയം കടന്നുപോയി. പിന്നെ കാണുന്നത് അവൻ്റെ കാലും കൈയും ശരീരവും എല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കുന്നതാണ്. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ തീർന്നത്? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആ, ബേഗ്ജി അവനായിരുന്നല്ലേ. പക്ഷെ അവൻ്റെ മേത്തിലാണ് ഞാൻ ഈ മൈക്രോടോക്സിൻ യൂസ് ചെയ്തത്. അല്ല, ഈ മൈക്രോടോക്സിൻ ഞാൻ എവിടെ നിന്നാണ് മൈക്രോടോക്സിനെ പറ്റി പഠിച്ചത്? പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് പോയിസൺ സെക്ടറിന്റെ അപ്പത്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ ജോൺസൺ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, ഈ പോയിസന്റെ എഫക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര നാൾ വേണ്ടി വരും? അത് ഏകദേശം 1 വർഷത്തോളം എടുക്കും. 1 വർഷത്തോളം അത് നല്ല പെർഫെക്റ്റ് ആണ്. അല്ല, ഇന്റേണൽ പവേഴ്സ് കൊണ്ട് ഇത് സെൻസ് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. ഒരിക്കലും ഇല്ല. ഒരു ടാർജറ്റിന് ഇന്റേണൽ പവേഴ്സ് ഇല്ലെങ്കിൽ അവർക്കൊരിക്കലും ഇത് നോട്ടീസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. അതിനുവേണ്ടിയാണ് മൈക്രോടോക്സിൻസ് യൂസ് ചെയ്യുന്നത്. ആ പറഞ്ഞത് ജോൺസൺ ജിയോന്റെ അമ്മയുള്ള ലേഡി ബേക്കായിരുന്നു. അതെന്തായാലും നന്നായി. പെട്ടെന്നാണ് അവൾ അവനെ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അവനെ നോക്കിയൊന്ന് ചിരിക്കുകയും ചെയ്യും. അങ്ങനെ 1 വർഷത്തിന് ശേഷമാണ് ആ ഒരു ന്യൂസ് വന്ന് ലേഡി ഹുവ പെട്രേസിന്റെ 7ാമത്തെ വൈഫ് മരിച്ചിരിക്കുന്നു. ആ ഒരു ന്യൂസ് കാട്ടുതീ പോലെ സെറ്റ് മുഴുവൻ പടർന്നു കയറി. എൻ്റെ അമ്മക്കാട്ടെ അവൾ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അച്ഛന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അച്ഛൻ ശരിക്കും ഫ്യൂരിയസ് ആയിരുന്നു. കാര്യം അമ്മ മരിച്ചത് മൈക്രോടോക്സിൻസ് കൊണ്ടാണെന്ന് അച്ഛനെ മനസ്സിലായി. പക്ഷേ ഹെഡ് ഫിസിഷ്യനാട്ടെ പോയിസൺ സെക്ടിനെ ഡിഫെൻഡ് ചെയ്തു. അതായത് ഈ ഒരു മൈക്രോടോക്സിൻസ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോയിസൺ സെക്ട് അന്ന് രക്ഷപ്പെട്ടു. ആൻഡ് അത് മാത്രമല്ല, ലേഡി ഹോക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു കുക്ക് മിസ്റ്റീരിയസ് ആയിട്ട് സൂയിസൈഡ് ചെയ്തു. വീണ്ടും 1 വർഷത്തിന് ശേഷം ഒരേ ഒരു കാര്യം മാത്രമാണ് അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അതായത് ആ കുക്കിനെ അന്ന് വീട്ടിൽ വന്ന ആ ഒരു സ്ത്രീയാണ് അവിടെ ഏൽപ്പിച്ചത്. പക്ഷെ ആരാണ് പെണ്ണെന്ന് ആർക്കും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള പോയിസൺ സെക്ടിലെ 6th എൽഡറിനെ പെട്രിയച്ച് അഥവാ എൻ്റെ അച്ഛനായിട്ട് അവിടുന്ന് നീക്കം ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല, അച്ഛൻ ബാക്കിയുള്ള 6 സെറ്റ്സും പിന്നെ അച്ഛൻ്റെ 6 വൈഫായിട്ടുള്ള എല്ലാ കണക്ഷൻസും അവിടെ സ്റ്റോപ്പ് ചെയ്തു. അല്ല ജിയോങ്സിയം, ഞാനല്ല, നീ കണ്ടതല്ലേ ആ പോയിസൺ ഞാൻ ആ സ്ത്രീക്ക് കൈമാറുന്നത്? പക്ഷേ ഇതെങ്ങനെ പുറത്തെറിഞ്ഞ് എല്ലാവരും വിചാരിക്കുന്നത് ഞാനായിരിക്കും അത് ചെയ്യുന്നതാണ്. സോ ജിയോങ്സിയം, എൻ്റെ മകനെ, നീ എനിക്ക് വാക്ക് തന്നെ, ഈ ഒരു കാര്യം നമ്മൾ രണ്ടുപേരും മരിക്കുന്നവരെ മറ്റാരും അറിയത്തില്ലെന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ പിന്നെ ഒരിക്കലും നമ്മളോട് ക്ഷമിക്കത്തില്ല. അമ്മ അങ്ങനെ വീണ്ടും 1 വർഷത്തിന് ശേഷം എൻ്റെ അമ്മ സ്ട്രെസ്സും ഹെഡ് ബ്രേക്കും കാരണം മരിക്കുകയുണ്ടായി. എനിക്ക് ലോകത്തിനോട് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ അല്ലാതെ ചെയ്തതെന്ന്. പക്ഷേ എൻ്റെ അമ്മ കൊടുത്ത വാക്കുകാരൻ തന്നെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തു. ഞാൻ മുകളിലേക്ക് ഉയരും, കൾട്ടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തും. എന്നിട്ട് പെട്രിയച്ചിൻ്റെ ബാക്കിയുള്ളവർക്കെല്ലാം സത്യം പറയും. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. അതിനുശേഷം ആ താഴ്ന്ന വർഗ്ഗമല്ല ലേഡി ഹോൻ്റെ മകനെയും ഞാൻ കൊല്ലും. കാര്യം ഇതിനെല്ലാത്തിനും കാരണം ആ ഒരു സ്ത്രീയാണ്. പക്ഷേ എന്നോട് ക്ഷമിക്കണമ്മ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത്രയൊക്കെ ട്രെയിൻ ചെയ്താലേ ഇവനെയൊക്കെ സർപ്പോസ് ചെയ്യാൻ പറ്റുമെന്ന്. നീ ഇനിയും അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും നിന്റെ പോയിസൺ യൂസ് ചെയ്ത് ബാക്കിയുള്ള പിള്ളേരെയും കൂടെ അപകടത്തിലാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ ഡിസ്ട്രോ ചെയ്യാനായിട്ട് പോകുവാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ തലയിട്ട് ആട്ടുകയും ചെയ്യും. അല്ല, ഞാൻ അവൻ്റെ കംപ്ലീറ്റ്ലി പാരലൈസ് ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും അവൻ അനങ്ങാൻ നോക്കുന്നു. അവനെന്തോ പറയാൻ നോക്കുവാന്ന് തോന്നുന്നു. മേ ബി അവൻ്റെ പ്രഷർ പോയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അതാട്ടെ അവൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ഞാനോ? ഇവൻ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം പറയുന്നത് പോയിസൺ സെക്ടർ അല്ല, താങ്കളുടെ അമ്മേനെ കൊന്നതെന്നാണ്. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാനോ? യഥാർത്ഥ കുറ്റവാളി 5 സെറ്റ് എന്നുള്ള മറ്റൊരു സ്ത്രീയാണ്. എൻ്റെ
ലോവർ ഡൊമൈനെ സ്പെയർ ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ അമ്മ. അയ്യോ, അമ്മേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഡൗട്ടാവും. മൈക്രോ ട്രാൻസാക്ഷൻ എൻ്റെ അമ്മയാണ് കൊടുത്തതെന്ന് വിചാരിക്കും. അത് പാടില്ല. ഇവനെന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഞാനോ അവൻ്റെ ഫേസ് സ്കാൻ ചെയ്യൂ. നീ ഇപ്പോൾ പറയുന്നത് പോയിസൺ സെക്ട് അല്ല, മറ്റേതോ സെറ്റിൽ നിന്നൊരാളാണ് യഥാർത്ഥ കുറ്റവാളി എന്നാണോ? അതേ മാസ്റ്റർ, അവൻ പറയുന്നത് ശരിയാണ്. ഏകദേശം 95% അവൻ സത്യം പറയാനാണ് ചാൻസ് കൂടുതൽ. ഞാൻ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് അതെല്ലാം പോയിസൺ സെക്ട് കാരണമെന്നാണ്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയോ? അപ്പോൾ എൻ്റെ ദേഷ്യം മുഴുവൻ ഞാനിവിടെ പ്രകടിപ്പിച്ചത് ഒരു ഇന്നസെൻ്റ് ആയുള്ള കുട്ടിയുടെ മേത്താണോ? അതേപോലെ പോയിസൺ സെക്ടിലെ നിന്റെ അമ്മ ലേഡി ബേക്കിനി എൻ്റെ അമ്മയുടെ മരണമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ സമയത്ത് അവനൊന്നും മിണ്ടത്തില്ല, എന്നിട്ട് തലയാട്ടുകയും ചെയ്യും. എനിക്കറിയാമായിരുന്നു നീയൊന്നും ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ്റെ വയറ്റ് നോക്കി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പെയിൻഫുൾ ആയിരുന്നു. അത് മാത്രമല്ല അവൻ്റെ ആ ഒരു അബ്ഡോമനിലേക്ക് ശരിക്കും എനർജി ഗ്യാദർ ചെയ്ത് അവനൊരു കാര്യം മനസ്സിലായി. അവൻ്റെ ഇന്റേണൽ പവേഴ്സ് സ്കാറ്റർ ചെയ്യുന്നത് അടുത്ത സെക്കൻഡ് തന്നെ ഇവനിട്ട് അതങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇന്റേണൽ പവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവനോട് കിടന്ന് കരയുവാണ്. പിന്നെ കാണിക്കുന്ന ഇൻഫോർമറുടെ സെക്കൻഡ് ഫ്ലോറാണ്. എന്താണെന്ന് അറിഞ്ഞോളാം, എനിക്ക് ശരിക്കും ബാഡായുള്ള ഫീലിംഗ് വരുന്നു. ആരെങ്കിലും ഇവിടേക്ക് വരുമോ? ഞാൻ എന്തെങ്കിലും ആൻറ്റിഡോട്ട്സ് റെഡിയാക്കി വെക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ഡോർ ചവിട്ടി തുറന്നത്. അത് മറ്റാരുമില്ലെന്ന് ഇയോനായിരുന്നു. അവനായിട്ട് ജോങ്സേനും കൊണ്ട് അവിടേക്ക് വന്നിരുന്നു. ഫിസിഷ്യൻ ബേഗ് എത്രയും പെട്ടെന്ന് ഇവനെ സഹായിക്കണം. ഇത് കണ്ടപ്പോൾ മുഗിയും അതേപോലെ ബേഗ്ജിയും ശരിക്കും ഞെട്ടി. ഇവന് ബുദ്ധിയില്ലേ? ഇവൻ എന്തിനാണ് ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ സമയത്ത് തന്നെ ഫിസിഷ്യൻ ബേഗ് പറഞ്ഞു, ഇയോൺ എന്താണ് സംഭവിച്ചത്? ഇപ്പൊ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു എന്നെനിക്കറിയാം. പക്ഷേ എന്തായാലും ഇനി 2 ദിവസത്തേക്ക് വീഡിയോസ് കാണുന്നതല്ല. അതായത് ശനിയും ഞായറും നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നതല്ല. കാര്യം നാളെ കൊച്ചിയിൽ വെച്ച് കേരളത്തിലെ ആദ്യത്തെ കോമിക് കോൺ നടക്കാനായിട്ട് പോകുകയാണ്. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ പോകുകയാണ്. സോ നിങ്ങൾ ആരെങ്കിലും അവിടെ വെച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ വെച്ച് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ആ മെഷീൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും റിലീസ് ആകാനായിട്ട് പോകുന്നത്.